വാ. സൂക്ഷിച്ച്. ഇവിടെ കാണിച്ചു തരാം മോനെ. ആഹാ, ഒളിച്ചോടുമ്പോ ഇങ്ങനെ തന്നെ ഓടണം. ഇത് ഒളിച്ചോട്ടമല്ല, എന്റെ നടുവൊളിച്ചോട്ടം. ദിവാകർ സാർ, ഇവിടുത്തെ വാച്ച്മാനാ, കന്നഡ മാത്രമേ അറിയുള്ളൂ. വാ വാ സാർ. ഇവരു ഒസിബുർ പക്കത്ത് ಅವರು ಹೌದಾ? വാ. ഏറ്റുമാനൂർക്കൊരാളും കൂടെ കേറാറുണ്ട്. കുത്തല ചീനപ്പെങ്ങളെ എന്തേ ഉരുളോരെല്ലാം എടുക്കാൻ ഞാൻ മറന്നാ? ഇതൊന്നും അവളുടെ അല്ലടാ, ഇതൊക്കെ അവന്റെ സിംഗിൾ റൂം അപ്പാർട്ട്മെന്റിൽ കുത്തി കയറ്റി വെച്ചിരുന്നല്ലേ. ദേ ആ സാധനങ്ങളൊന്നും അതിന്റെ അകത്ത് കയറ്റരുത്. അത്യാവശ്യം ഡ്രസ്സും ഐറ്റംസ് മാത്രം അല്ലേ? അതെ, ഒരു മെറ്റലിന്റെ ബാഡ്ജ് കിട്ടോ പോട്ടറിന് എഴുതിയത്? അടുത്ത പ്രാവശ്യം നടത്തിക്കുമ്പോ ഞാനും പറയാം. ഇന്നത്തെ ദിവസം സ്ട്രെയിൻ കൊടുക്കാൻ പാടില്ല, പ്രത്യേകിച്ച് നടുവിന്. സൂക്ഷിച്ച്. ആ ബാബിനെ പറ്റി ആരും ആലോചിക്കണ്ടല്ലോ, മിക്കവാറും അലർജിയുടെ ഡോക്ടർ ആയിരിക്കും. ഓടെ പറ്റി അത് അനുഭവിക്കുമ്പോ അറിയാം. കേറുന്നതിന് മുമ്പ് കാലൊക്കെ നന്നായിട്ട് തുടച്ചു. എന്തിനാ? ഫ്രഷ് ആയിട്ട് പൊടി പിടിപ്പിക്കാനാ? മാറിക്കേ മാറിക്കേ, നോക്കട്ടെ. ഓ കൊള്ളാച്ചായ. ഇത് ഞങ്ങളുടെ ഒരു ഡ്രീം പ്രൊജക്റ്റാണ്, എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ അറ്റംപ്റ്റ്. ഇത് സക്സസ് ആയ പിന്നെ ഞാനാരാ മോൻ. കംപ്ലീറ്റ് ആയ ഒരു 4 വർഷം എടുക്കും. ഇത് ഞങ്ങളൊരു മോഡൽ ഹോമാടാ. എങ്ങനെയുണ്ട്? മതിയാവോ? എന്റെ അമ്മോ, ഇത്രയും സെറ്റപ്പ് ഒക്കെ കിട്ടുമെങ്കിൽ അച്ചായ 1 അവറിനുള്ളിൽ എന്റെ പെണ്ണിനെ പൊക്കിയെടുത്ത് ഞാൻ ഇങ്ങോട്ട് വരാം. മേജർ ഷിറ്റ് അച്ചായ, മേജർ ഷിറ്റ്. അച്ഛാ, ഞാനിതിനെങ്ങനെ പേ ചെയ്യും? ഒന്നുമില്ലടാ, നിങ്ങൾ രണ്ടുപേരും ഇത്രയും ചെയ്താൽ മതി. രാവിലെ 8-നും വൈകിട്ട് 6-നും ഇടയ്ക്ക് ഫ്ലാറ്റ് കാണാൻ ക്ലയൻസ് വരും. നീ ഒരു നാക്കിനെ അവരേതൊക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് വളച്ച് കയ്യിലെടുക്കണം. വിളക്കാൻ നീ ഓഫീസിൽ പോകുമ്പോൾ ടീന കമ്പനി ലൈന ഇതിൽ കസ്റ്റമേഴ്സ് വിളിക്കും. സിമ്പിൾ. ഞാൻ മീറ്റിംഗിൽ രണ്ടും കൽപ്പിച്ചൊരു ഐഡിയ കിട്ടും. മോഡൽ ഹോമിൽ മോഡൽ കപ്പിൾസ്. മണ്ടന്മാര് ഷെയർ ഹോൾഡേഴ്സ് സമ്മതിക്കില്ല. അത് പിന്നെ അച്ചായൻ പള്ളിയിൽ അച്ഛൻ ആളല്ലേ, ഇതൊന്നും പറഞ്ഞ അവർക്ക് മനസ്സിലാവില്ല ചേച്ചി. അത് പപ്പയുടെ ഒരു കളിക്കൂട്ടുകാരൻ. മക്കളെ കളിക്കും. ഓസിനോട് നിങ്ങൾക്ക് 4 വർഷം താമസിക്കാം. നോ റെന്റ്, നോ ചാർജസ്. പിന്നെ റിട്ടയർ തണ്ടികളുടെ നോ അസോസിയേഷൻ. പിന്നെ സെയിൽ അടിച്ചാൽ നല്ല അടിപൊളി കമ്മീഷൻ. ആ ഒരു കാര്യം, കസ്റ്റമേഴ്സിനെ വെറുപ്പിക്കരുത്, പണി കൂടും. ഇറങ്ങി കൊടുക്കണം അപ്പം തന്നെ. പിന്നെ എൻ്റെ മാനവും. അതച്ചാൻ പേടിക്കണ്ട, പൊളിച്ച് കൈ തരാം. ഫ്ലാറ്റോ? മൊത്തത്തിൽ. സൂസൻ ഐശ്വര്യക്ക് അങ്ങോട്ട്. രണ്ടുപേരും കൈ നീട്ടി. പുത്തൻ ജീവിതത്തിലേക്ക് കാലൂന്നുന്ന നവദമ്പതികൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും.
കാക്കോനോട് പിന്നെ പടക്കം പൊട്ടിക്കലും വാഗനോടനും അവന്മാരൊക്കെ ഫ്രീ. പോ. അതെ, ഇന്ന് തന്നെ സ്റ്റോറി പോയി വേറെ ഒന്നും എടുത്ത് വെക്കണം. ഇന്ന് തന്നെ. ടീന, മീനിന് ഡെയിലി തീറ്റ കൊടുക്കണം. പിന്നെ ഇവിടുത്തെ പ്രോപ്പർട്ടീസും ഡെക്കറേഷനും യാതൊരു മാറ്റവും വരുത്താൻ പറ്റില്ല. എല്ലാം അതുപോലെ തന്നെ വെക്കണം കേട്ടോ.